സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി നിയുക്ത മുഖ്യമന്ത്രിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പം മന്ത്രിമാരുടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആരൊക്കെ ഏതൊക്കെ മാരായിട്ട് വരണം, ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ വീതിച്ചു നൽകണം. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഞാൻ ഇനി വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോയിട്ടുണ്ട്, നാട് വിട്ടു പോയിട്ടുണ്ട്. ഇനി പുള്ളിയെ കണ്ടെത്തണം, പത്രപരസ്യം കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല. മകനെ നീ തിരിച്ചു വരിക, നിനക്ക് ഉചിതമായ സ്ഥാനം ഞങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല. ചെന്നിത്തലയുടെ കഥ വിശദമായിട്ട് ഞാൻ അടുത്തൊരു സ്റ്റോറിയിൽ പറയാം. എന്താണ് ചെന്നിത്തല, എന്തല്ല ചെന്നിത്തല, എന്തൊക്കെയാണ് ചെന്നിത്തലയുടെ രീതികൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അത് കുറച്ച് കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. അതപ്പം ഇപ്പം ഞാൻ സീരിയസ് വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാസ്റ്റിക് ആയിട്ടുള്ള മാറ്ററുകളിലേക്ക് പോകുന്നില്ല. മന്ത്രിമാരെ കൊണ്ട് നിൽക്കട്ടെ. വിവിധ പാർട്ടികൾക്ക് കിട്ടാവുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്. RSPക്ക് ഒരു മന്ത്രി ഉണ്ടാവും, അത് ഷിബു ബേബി ജോൺ ആവും. CP ജോൺ മന്ത്രിയാവും. മറ്റുള്ള ചെറുകക്ഷികൾക്കും ആരൊക്കെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയില്ല. കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ആരൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഏകദേശ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയാൻ വരുന്നത് മന്ത്രിസ്ഥാനത്തിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ചില പദവികൾ വീതിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് അർഹരായ ആളുകളെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തിപ്പോകാമെന്ന് കരുതുന്നു. ഇന്ന് പ്രധാനമായിട്ട് എടുക്കുന്ന 2 എണ്ണമാണ്. ഒന്ന്, KTDC ചെയർമാൻ സ്ഥാനം. 2, പരിഷ്കാര കമ്മീഷനിലെ ചെയർമാൻ സ്ഥാനം. നമുക്കറിയാം, ഭരണ പരിഷ്കാര കമ്മീഷൻ എന്നൊരു സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നത് 2016 പിണറായി സർക്കാരിൻ്റെ സമയത്താണ്. അതുവരെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ കാണിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അധികാരത്തിലേറുന്നത്. ചേട്ടത്തിയെ കാണിച്ച് അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് നടത്തിയത്. VS ആണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയായത്. VS ആയിരുന്നു. സ്ഥാനാർത്ഥികളുടെ ബോർഡിനേക്കാളും വലിയ മുഖത്തേക്കാളും വലിയ ബോർഡുകൾ VSൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് കേരളത്തിലാകെ പ്രദർശിപ്പിച്ച് കേരളത്തിലാകെ വയസ്സുകാലത്തും 93ാമത്തെ വയസ്സിലും പര്യടനം നടത്തിയിട്ടാണ് അന്ന് അധികാരത്തിലേറുന്ന ഇടതുമുന്നണി. അന്നാണ് 93 വയസ്സുള്ള ഒരാളെയാണോ നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി ചോദിച്ചപ്പം, തല നരച്ചതല്ലെൻ്റെ വാർദ്ധക്യം, തല നരക്കായികയല്ലെൻ്റെ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കായികയാണ് എൻ്റെ യൗവനം എന്ന് ഒരു കവിത ചൊല്ലിക്കൊണ്ട് VS വളരെ മനോഹരമായി മറുപടി കൊടുത്തത്. പക്ഷേ ആ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ സമന്വിതയായ നേതാവ് സോണിയാഗാന്ധി ഇപ്പോഴും രാജ്യസഭയിൽ പോയിരിക്കുന്ന എത്രാമത്തെ വയസ്സിലാണെന്നും ഏത് ആരോഗ്യാവസ്ഥയിലാണെന്നും അവിടെ പോയിട്ട് എന്താ ചെയ്യണമെന്നുള്ളതും അവരുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സ്ഥിതി എന്താണെന്നുള്ളതും ഒന്നും ഇപ്പം ഞാൻ പരിശോധിക്കുന്നില്ല. എന്തായിരുന്നാലും പരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നത് ക്യാബിനറ്റ് റാങ്കായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ നിലവിൽ നിയമസഭാംഗമല്ലാത്ത KNA ഖാദറാണ്. കോൺഗ്രസിൻ്റെ അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയാണ്. തികഞ്ഞ മതേതരവാദിയാണ് അദ്ദേഹം. എപ്പോഴും ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ യൂട്യൂബിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. മലപ്പുറത്തുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വൈദ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അലവി മുസ്ലിയാർ ഒരു വൈദ്യരായിരുന്നു. നാട്ടുവൈദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നു. CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി, CPIയുടെ ജില്ലാ സെക്രട്ടറിയായി, CPIയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്നു. ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം 1987 CPIയിൽ നിന്ന് വിട്ട് മുസ്ലിം ലീഗിൽ ചേരുന്നത്. പിന്നീട് അദ്ദേഹം 2001 കൊണ്ടോട്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭാംഗമായി. 2011 അദ്ദേഹത്തെ വള്ളിക്കുന്നിൽ നിന്നാണ് മത്സരിപ്പിക്കുന്നത്. ഓരോ തവണയും ഓരോ സ്ഥലത്തേക്ക് മാറ്റി വിടുകയാണ്, സ്ഥിരമായിട്ട് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. വള്ളിക്കുന്നിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം MLA ആയി. പിന്നീട് അദ്ദേഹം 2017 കുഞ്ഞാലിക്കുട്ടി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ഒഴിവിൽ അദ്ദേഹത്തെ 2017 തന്നെ തോന്നുന്നത്. ഞാനത് ഒന്നും കൂടി കൃത്യമായിട്ടൊന്ന് കൺഫേം ചെയ്യാം. 2017 കുഞ്ഞാലിക്കുട്ടി EM സാഹിബ് മരണപ്പെട്ട ഒഴിവിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പം, അഥവാ കേന്ദ്രമന്ത്രിയാവാൻ പറ്റുമെന്ന് കരുതി മത്സരിച്ച സമയത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ പകരമായി വേങ്ങര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് KNA ഖാദർ മത്സരിച്ച് വിജയിച്ചു. എന്നാൽ 2021 അദ്ദേഹത്തിന് കൊടുത്ത സീറ്റ് ഗുരുവായൂരാണ്. ഗുരുവായൂർ നമുക്കറിയാം 95
PM അബൂബക്കർ രാജിവെച്ചതിന് ശേഷം ഇന്ന് വരെ മുസ്ലിം ലീഗിന് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സീറ്റാണ്. ഈ സുനാമിയിൽ പോലും മുസ്ലിം ലീഗിന് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. അവിടെ CPM-ന്റെ അക്ബറാണ് ജയിച്ചത്. അതിനു മുമ്പ് പിന്നെ KV അബ്ദുൽ ഖാദർ കുറേ കാലം ജയിച്ചു. 2 തവണ PT കുഞ്ഞു മുഹമ്മദ് ജയിച്ചു. അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് കൊണ്ടുപോയിട്ടത്. അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ 76 വയസ്സുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ ഒരു പ്രസരിപ്പ് ഭയങ്കരമാണ്. വെറുതെ ആളുകളെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമല്ല. അദ്ദേഹം പറയുന്നതിനകത്ത് ഒരക്ഷരം പോലും കുറയ്ക്കാനുണ്ടാവില്ല. അങ്ങനെ കൃത്യമായി ഫോക്കസ്ഡായി വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചും മനോഹരമായി സംസാരിക്കാൻ, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യൻ ദേശീയത, ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച്. മറ്റൊന്ന്, അദ്ദേഹം മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു. പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് അതുവരെ ചായ കുടിക്കാനും പിന്നെ സൊറ പറയാനും സിഗരറ്റ് വലിക്കാനൊക്കെ പുറത്തു പോയിട്ടുള്ള മുഴുവൻ നിയമസഭാംഗങ്ങളും KN ഖാദർ സാഹിബിൻ്റെ അനുവദിച്ചിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥികളുടെ കൗതുകത്തോടു കൂടി നിയമസഭയിൽ വന്നിരിക്കുകയായിരുന്നു. അത് പല ചെറുപ്പക്കാരായിട്ടുള്ള MLA-മാരും എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള KN ഖാദറിന് പ്രത്യേകിച്ചും ഭരണഘടന കലക്കി കുടിച്ച ആളാണ്, അഭിഭാഷകനാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ ഭരണഘടനയുടെ പിന്നെ ഭരണപരിഷ്കാര കമ്മീഷനിലെ ചെയർമാനാക്കിയാൽ ഒരുപക്ഷെ VS-ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ പലതും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ കൊടുത്തിട്ടുള്ള പല നിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കിയിട്ടുമില്ല. അതാ സത്യം. അങ്ങനെയല്ലാതെ കൃത്യമായി ഒരു വ്യക്തമായ ഉൾക്കാഴ്ചയോടെ ദീർഘവീക്ഷണത്തോടെ BD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പിന്നെ ഭരണപരിഷ്കാര കമ്മീഷനിലെ ചെയർമാനായി ക്യാബിനറ്റ് റാങ്കോടുകൂടി നിയമിച്ചാൽ അതിന് പറ്റുന്ന സ്റ്റാഫിനെയും ടീമിനെയും വിട്ടുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ പിന്നെ ഭരണ സംവിധാനത്തിനകത്ത് ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും, പല ഭേദഗതികളും, പല തിരുത്തലുകളും, പല പുതിയ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് KN ഖാദർ സാഹിബിനെ സാധാരണഗതിയിൽ ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അത് ഇടതുമുന്നണിയാണെങ്കിൽ CPM, UDF-നാണെങ്കിൽ കോൺഗ്രസ്സിന് അർഹതപ്പെട്ടതാണ് ആ സ്ഥാനം എന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരാളുടെ പ്രാപ്തിയും കഴിവും നോക്കിക്കൊണ്ട്, ഉദാഹരണമായിട്ട് എടുക്കേണ്ടത് കേന്ദ്രത്തിലെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചില സമീപനങ്ങളാണ്. അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള ഒരു ടെക്നോക്രാറ്റിനെ പിടിച്ച് റെയിൽവേ വകുപ്പ് മന്ത്രിയാക്കി. ജയശങ്കറിനെ പോലെ വിദേശകാര്യ സെക്രട്ടറി വകുപ്പ് സ്ഥാനത്ത് നിന്ന് പിന്നെ വിരമിച്ച ഒരു ഡിപ്ലോമാറ്റിനെ പിടിച്ച് വിദേശകാര്യ വകുപ്പ് മന്ത്രിയാക്കി. ഓരോ ആളുകളുടെയും സ്കില്ല് യൂസ് ചെയ്യേണ്ടിടത്താണ് യൂസ് ചെയ്യേണ്ടത്. ആ അർത്ഥത്തിൽ KN ഖാദർ സാഹിബിനെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന അഭിപ്രായം മൊത്തത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം വ്യാകരണമില്ലാത്ത ജീവിതം എന്നൊരു പുസ്തകം ഇപ്പോൾ അടുത്ത അദ്ദേഹത്തിൻ്റേത് പുസ്തകം പിന്നെ ഒരു ആത്മകഥാ സ്വഭാവമുള്ള ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ ചില കണ്ടന്റുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ വ്യാകരണമില്ലാത്ത ജീവിതം എന്നുള്ളത്, പിന്നെ ഗ്രാമറൊന്നും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുമ്പോൾ അടുക്ക് ചിട്ടില്ലാത്ത ജീവിതം എന്ന് വേണമെങ്കിൽ അതിനെ വേറെ ദുരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാമെന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം പിന്നെ അത്തരം വ്യാകരണങ്ങളിലായിരുന്നില്ല, മറിച്ച് ഹൃദയത്തോട് സംസാരിക്കുന്ന സംവേദന രീതിയിൽ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് വ്യാകരണമില്ലാത്ത ജീവിതം എന്ന അദ്ദേഹം ആ കഥയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് പേരിട്ടുണ്ടാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തത് KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത്. KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നമുക്കറിയാം നമ്മുടെ പിന്നെ ലീഡർ K കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ആ സ്ഥാനത്തിരുന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റ് പലരും ആ സ്ഥാനത്തിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ PK ശശിയെയാണ് ആ സ്ഥാനത്തിരുത്തിയത്. PK ശശി ഈ പരിപാടികളെല്ലാം ഒപ്പിച്ചപ്പോഴും CPM KTDC ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ജൂനിയർ മന്ത്രിക്ക് തുല്യമാണ്. കേരളത്തിലെ KTDC മുഴുവൻ നിയന്ത്രിക്കാൻ ടൂറിസം വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണത്. അപ്പം KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. കൊണ്ടുവരേണ്ടുന്ന ആള് പിന്നെ 2 തവണ MLA ആയി നമ്മുടെ പെരുമ്പാവൂർ മണ്ഡലത്തിൽ നിന്ന് 2 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും 32ാമത്തെ വയസ്സിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുകയും KSUവിലൂടെ പ്രവർത്തനം ആരംഭിക്കുകയും ദാരിദ്ര്യം നിറഞ്ഞ ബാല്യത്തിലൂടെ കടന്നു വരികയും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ തരക്കേടില്ലാത്ത ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പെരുമ്പാവൂർ മണ്ഡലത്തിന് കീഴിലുള്ള മുനിസിപ്പാലിറ്റിയിലെയും മുഴുവൻ ഗ്രാമപഞ്ചായത്തിലെയും അധ്യക്ഷന്മാരും മെമ്പർമാരും തെരുവിലിറങ്ങി പ്രകടനം നടത്തി. എൽദോസ് കുന്നപ്പള്ളി ലിസ്റ്റിലില്ല എന്നറിഞ്ഞപ്പോൾ
എൽദോസ് കുന്നപ്പള്ളി ഒന്നും എന്ന് മൂളിയിരുന്നെങ്കിൽ അവിടെ മനോജ് മൂത്തേടൻ തോറ്റുപോകുമായിരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്ക് അവിടെ റിബലായിട്ട് നിന്നിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളി ജയിക്കുമായിരുന്നു. അത്ര കണ്ട് ജനകീയമായ അടിത്തറയുണ്ട്. ഏകദേശം 40,000-40,000 വീട് കഴിഞ്ഞ ഒരു വർഷത്തിനകം എൽദോസ് കുന്നപ്പള്ളി കയറിയിട്ടുണ്ട്. മണ്ഡലത്തിലാകെ 2 തവണ പര്യടനം നടത്തിയിട്ടുണ്ട്. അതൊന്ന് ഓണവുമായി ബന്ധപ്പെട്ട്, ഒന്നല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ. എൽദോസ് കുന്നപ്പള്ളി അവർക്കൊരു നാട്ടുകാരനാണ്. MLA എന്നുള്ള രീതിയിൽ സാധാരണക്കാരനായ മനുഷ്യൻ എന്ന രീതിയിലാണ്. അത് കരിങ്കിലിരുന്ന് കയ്യിലുകൊണ്ടിരുത്തും വർത്താനം പറയും ഒക്കെ ചെയ്യും. അല്ലാതെ MLA എന്ന രീതിയിൽ പിന്നെ ഷർട്ടും മുണ്ടും ചുളിയാതെ അങ്ങനെ എല്ലാവരെയും കൈവീശി കാണിച്ച് അങ്ങനെ പോകുന്ന രീതിക്കാരനായിരുന്നില്ല. ഒരു നാട്ടുപുറത്തുകാരൻ്റെ എല്ലാ ഗുണങ്ങളും പിന്നെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ എല്ലാ സംശുദ്ധതയും സൂക്ഷിച്ചിരുന്ന ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. പക്ഷെ അദ്ദേഹത്തിനെതിരെ ചില പിന്നെ കെട്ടിച്ചമച്ച ചില കേസുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അതൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. എന്തായിരുന്നാലും അദ്ദേഹം തന്നെ ഇതിന് മനോഹരമായിട്ട് മറുപടി പറഞ്ഞു. പക്ഷേ ഇലക്ഷനിൽ അദ്ദേഹത്തിന് അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരോട് പറഞ്ഞത് ഒരാൾ പോലും രംഗത്തിറങ്ങാതിരിക്കരുത്, പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി മനോജാണ്, മനോജിന് വേണ്ടി പ്രവർത്തന രംഗത്തിറങ്ങണം, മനോജിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് നിന്ന സഭ പോലും അദ്ദേഹത്തിന് അങ്ങേയറ്റം പിന്തുണയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തവണ അദ്ദേഹം ജയിച്ചു വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിന്നെ ജാക്കോബൈറ്റ് സഭ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് മുന്നോട്ട് വെക്കുകയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരാൾ വരാനില്ല. പിന്നെ അനൂപ് ജേക്കബാണ് വരാനുള്ളത്. അത് മുന്നണി ഘടകകക്ഷിയിൽ നിന്നാണ്. അതേസമയം പിന്നെ കോൺഗ്രസിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വരാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അടുത്ത മുന്നണി സർക്കാരിൽ വീണ ജോർജ് ഉണ്ടായിരുന്നു. ഇത്തവണയും ഓർത്തഡോക്സ് സഭയുടെ ഒരാളായിട്ട് പിന്നെ മന്ത്രിസഭയിലുണ്ടാവും. ആ സമയത്ത് യാക്കോബൈറ്റ് സഭയെ അങ്ങനെ വെക്കുമായിരുന്നു. പക്ഷേ ആ സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു പരാതിയും പറയാതെ, ഒരു പരിഭവവും പറയാതെ ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ വലിയ പദവി കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ള ധരിപ്പിക്കുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ വലിയ പദവികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന രീതിയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പിന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. KC വേണുഗോപാൽ സമാനമായ രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. പക്ഷേ അങ്ങനെ നിങ്ങൾ വലിയ സ്ഥാനത്തേക്കൊന്നും കൊണ്ടുപോകണ്ട. അദ്ദേഹത്തിന് ദില്ലിയിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കേരളത്തിൽ വിഷ്ണുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് KTDC ചെയർമാൻ സ്ഥാനത്തേക്ക് ഏറ്റവും ഉചിതനായ, ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്ത് അത് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെ നിർവഹിക്കണമെന്നില്ല. ആ പണി ഏറ്റവും കൃത്യമായിട്ട് എടുക്കാൻ അറിയുന്ന ആളെയാണ് ആ പണി ഏൽപ്പിക്കേണ്ടത്. അത് ഏറ്റവും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന, വളരെ ക്രിയാത്മകമായിട്ട് അതിനുവേണ്ടി ചെലവഴിക്കുന്ന പൈസ, അങ്ങനെ കമ്മീഷന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ, അവർ കൊടുക്കുന്ന അലവൻസ്, അതിൻ്റെ ഓഫീസ് എക്സ്പെൻസ്, അതൊക്കെ ചെയ്യുമ്പം അത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവോടെ ഏറ്റവും പിന്നെ കൃത്യമായി ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുന്ന വ്യക്തി എന്ന രീതിയിൽ അഡ്വക്കേറ്റ് KNA ഖാദർ സാഹിബിനെ ആ സ്ഥാനത്തേക്കും, അതേപോലെ തന്നെ ഈ നാട്ടിലെ പൾസ് അറിയാവുന്ന, ഇവിടുത്തെ പിന്നെ ടൂറിസം സാധ്യതകളെക്കുറിച്ചും KTDCയുടെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ധാരണയുള്ള എൽദോസ് കുന്നപ്പള്ളിയെ പോലെയുള്ള ഒരാളെ MLAയുടെ സ്ഥാനത്തേക്കാളൊക്കെ താഴെയുള്ളതാണ് പ്രോട്ടോകോൾ പ്രകാരം, എങ്കിലും അദ്ദേഹത്തെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന അതിനുള്ള സാധ്യത ആണ് പല കേന്ദ്രങ്ങളിൽ നിന്നും കേൾക്കുന്നത്. ആ വാർത്ത ശരിയാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെയുള്ള നല്ല വാർത്ത കേൾക്കാൻ നിങ്ങൾക്കും എനിക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.